നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. യുകെയിൽ ഇക്കുറി ചൂടേറിയ ഹരിത ക്രിസ്മസ്. മഴയും മഞ്ഞും മാറി നിൽക്കുന്നു. ഏറെക്കാലത്തിന് ശേഷം ക്രിസ്മസ് ദിനത്തിൽ കാലാവസ്ഥ 11 ഡിഗ്രി സെൽഷ്യസിനും 13 ഇടയിൽ ഉയർന്ന താപനിലയിലേക്ക് എത്തിയിരിക്കുന്നു. യുകെയിൽ എവിടെയും മഞ്ഞ് വീഴ്ച പ്രതീക്ഷിക്കുന്നില്ല എന്ന് മെറ്റോപൊളിസ് അറിയിക്കുന്നു. നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും ചൂടേറിയ കാലാവസ്ഥയും ഈ രാവിലെ ആയിരുന്നു. വടക്കൻ തീരത്ത് മെല്ലിഗൺ അന്തരീക്ഷ ഊഷ്മാവ് 14.3 ഡിഗ്രി സെൽഷ്യസിലെത്തി. യുകെയുടെ പടിഞ്ഞാറൻ വടക്കൻ ദ്വീപുകളിലും ഹൈലാൻഡ്സിന്റെ ഗ്രേറ്റ് ഗ്ലിൻ പരിസരത്തും ഒറ്റപ്പെട്ട മഴ ഭീഷണി ഇപ്പോഴും തുടരുന്നു. യുഎസിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ക്രിസ്മസ് അവധിക്കാലം കൊടുങ്കാറ്റ് ഭീഷണിയിലാണ് കടന്നുപോകുന്നത്. വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ അവധിക്കാല യാത്രാ പദ്ധതികളെ വരാനിരിക്കുന്ന ഒന്നിനു കൊടുങ്കാറ്റുകൾ കൂടുതൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ജനം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റുകൾ ഗ്രൗണ്ട് സ്റ്റോപ്പ് പ്രഖ്യാപിച്ചതോടെ വിമാനയാത്രയ്ക്ക് കാലതാമസം ഉണ്ടായി. കിഴക്കൻ തീരത്ത് ബോസ്റ്റൺ, ന്യൂയോർക്ക്, ബാൾട്ടിമോർ നഗരങ്ങളെ ആദ്യമെത്തിയ കൊടുങ്കാറ്റും മഞ്ഞും ദുരിതത്തിലാക്കി. ഇവിടങ്ങളിൽ അവധിക്കാല യാത്രകൾ ഭൂരിപക്ഷവും റദ്ദാക്കിയ അവസ്ഥയിലാണ്. അതേസമയം കാലിഫോർണിയയിൽ തിങ്കളാഴ്ച ചുഴലിക്കാറ്റും കൊടുങ്കാറ്റ് കാരണമുണ്ടായ വെള്ളപ്പൊക്കവും ഉയർന്ന തിരമാലകളും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. കിഴക്കൻ തീരത്ത് ബോസ്റ്റൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞ് വീഴ്ചയുള്ളതിനാൽ ശൈത്യകാലത്തെ മഴ അവധിക്കാലത്തെ യാത്രയെ ബാധിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തായ റിഫോം യുകെ നേതാവ് നീൽ ഫരാജിന് യുകെയും തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് തമ്മിലുള്ള ഒരു കണ്ണിയെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നതായി യുഎസിലെ പുതിയ ബ്രിട്ടീഷ് അംബാസഡർ ചുമതല നിൽക്കുന്ന ലോർഡ് മണ്ടൽസൺ പറയുന്നു. പീറ്റർ മണ്ടൽസനെ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താൻ താൻ സഹായിക്കാമെന്ന് മറുപടി നൽകി റിഫോംസ് നേതാവ് നിഗൽ ഫരാജ്. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് തന്റെ വാഗ്ദാനമെന്ന ഫരാജിന്റെ പ്രതികരണത്തിൽ ലേബർ പാർട്ടിക്കുള്ളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. മണ്ടേഴ്സന്റെ നിലപാടിനോട് വിയോജിച്ചു. ഫരാജിനൊപ്പം പ്രവർത്തിക്കാൻ വിസമ്മതിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ബ്രൈറ്റണിൽ ഒരു 19-കാരനായ യുവാവ് ബലാത്സംഗത്തിനിരയായി എന്ന വാർത്തയാണ് ക്രിസ്തുമസ് ദിനം പുലർച്ചെ സസെക്സ് പോലീസ് എന്നിവരെ ഞെട്ടിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ഓൾസ്റ്റൈനിലെ ഹാരി റാംസ്ഡൺ റെസ്റ്റോറന്റ് സമീപം അജ്ഞാതരായ 2 പേരാണ് യുവാവിനെതിരെ അതിക്രമം കാട്ടിയത്. ഇരയ്ക്കൊപ്പമാണെന്നും 2 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതായും അന്വേഷണം തുടരുകയാണെന്നും സസെക്സ് പോലീസ് അറിയിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അയർലൻഡിലെ മലയാളി കുടുംബങ്ങൾ മതിമറക്കരുത്. അയർലൻഡിലെ മലയാളികളുടെ വീടുകൾ തേടി കൊള്ളസംഘം ഇറങ്ങിയിട്ടുണ്ട്. മലയാളികൾ ജാഗ്രത പുലർത്തണമെന്ന് മലയാളി സംഘടനകൾ നിർദ്ദേശിച്ചു. തുളുമോർ മെഡോസ്, ഫോർട്ട് ലയസ് പ്രദേശങ്ങളിലെ വീടുകളിലാണ് കൊള്ളസംഘം സ്വർണവും പണവും കവർച്ച നടത്തിയത്. വീട്ടുകാർ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പോയ തക്കം നോക്കിയായിരുന്നു മോഷണങ്ങൾ. ഗാർഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. യുഎഇയിൽ വിലക്കയറ്റത്തിന് നിയന്ത്രണം കൊണ്ടുവന്ന സർക്കാർ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് ഇനി മുതൽ അധികൃതരുടെ മുൻകൂർ അനുമതി വാങ്ങണം. അടുത്ത വർഷം മുതൽ അവശ്യ വസ്തുക്കൾക്ക് തുടർച്ചയായി 2 തവണ വില വർദ്ധിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസത്തെ ഇടവേള നിർബന്ധമാക്കി യുഎഇ സാമ്പത്തിക മന്ത്രാലയം. മുൻകൂർ അനുമതിയില്ലാതെ 9 ഇനം അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കാൻ ചില്ലറ വ്യാപാരികളെ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാൻ ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് ഏർപ്പെടുത്താൻ ഖത്തർ. ഇത് സംബന്ധിച്ച് അടിയന്തരമായി നിയമനിർമ്മാണം നടത്താൻ ഷൂറ കൗൺസിൽ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താനും രാജ്യത്തിന്റെ വ്യവസ്ഥകളും പൊതുരീതികളും എല്ലാവരും പാലിക്കാനുമാണ് ഈ നീക്കമെന്ന് നിയമസഭാ സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഗാമിനി പറയും. വത്തിക്കാനിൽ ക്രിസ്മസ് രാവിൽ നടന്ന ഒരു ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമൻ കത്തോലിക്കർക്കായി പ്രത്യേക ജൂബിലി വർഷം ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ വാതിൽ തുറന്നാണ് മാർപ്പാപ്പ ജൂബിലിക്ക് തുടക്കം കുറിച്ചത്. 25 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജൂബിലികൾ അരങ്ങേറുന്നത്. ഇത്തവണ 30 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ജൂബിലി സമയത്ത് പാപമോചനം തേടാനായി റോമിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. വിമാനയാത്രക്കാർക്കുള്ള ഹാൻഡ് ബാഗേജ് സംബന്ധിച്ച് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. പുതിയ നിയമം അനുസരിച്ച് ഒരു യാത്രികനെ വിമാനത്തിനുള്ളിലേക്ക് ഒരു ബാഗുമായി മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ. അതിന്റെ തൂക്കം പരമാവധി 7 കിലോ മാത്രം. ഹാൻഡ് ബാഗിന്റെ വലിപ്പത്തിലും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അധികമായി ബാഗേജ് കയ്യിലുണ്ടെങ്കിൽ അത് ചെക്ക് ഇൻ ചെയ്യും. 2024 മെയ് 2 മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇളവ് ലഭിക്കുകയും അതിനുശേഷം വരുത്തിയ ടിക്കറ്റ് നിരലുകൾക്ക് ഒരു ഇളവും ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. യുകെ പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 107.55 രൂപ, $1 85.41 രൂപ, $1 0.8 പൗണ്ട് സ്റ്റെർലിംഗ്. ടോപ്പ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.